യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ 4 പേരും ഉൾപ്പെടുന്നു. യുക്രൈനിലെ ലിവിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ അയൽരാജ്യ പോളണ്ട് തങ്ങളുടെ അതിർത്തിയിൽ ശക്തമായ വ്യോമവിന്യാസം നടത്തിയിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായുള്ള പോർവിമാനങ്ങൾ വിന്യസിച്ചു എന്ന് പോളണ്ട് അറിയിക്കുന്നുണ്ട്. ഐസൻ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലീവിൽ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് 12 മണിക്കൂർ മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ നടന്ന ഒരു ആക്രമണത്തിൽ പ്രധാനമായും നടന്ന ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ 4 പേർ ഉൾപ്പെടെ അതിലൊരു 15 വയസ്സായ പെൺകുട്ടി കൂടി ഉൾപ്പെടുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ 4 പേരുൾപ്പെടെ 5 പേരുടെ മരണം സംഭവിച്ചു എന്നാണ്. ലീവിലാണ് ആക്രമണം നടന്നത്. വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നടപടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുക്രൈന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ. അതായത് യുക്രൈന്റെ അയൽ രാജ്യങ്ങളായ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് റുമേനിയയും അതുപോലെ തന്നെ പോളണ്ടും ഇക്കാര്യത്തിൽ ചില നീക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോളണ്ടിൽ ഈ റഷ്യയുടെ ഡ്രോണുകൾ പതിക്കുന്ന അല്ലെങ്കിൽ പോളണ്ടിന്റെ വ്യോമ മേഖലയിൽ റഷ്യൻ ഡ്രോണുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യുക്രൈനിലേക്ക് വിക്ഷേപിച്ച ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമ അതിർത്തി കടന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് കൃത്യമായ നീക്കം നാറ്റോ അംഗരാജ്യങ്ങൾ നടത്തുകയും ചെയ്തത്. നാറ്റോ അംഗരാജ്യങ്ങളുടെ നീക്കങ്ങളുടെ ഭാഗമായി പല രാജ്യങ്ങളും പിന്തുണ അറിയിക്കുകയും ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് വിമാനങ്ങൾ എത്തുകയും പോർവിമാനങ്ങൾ എത്തുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോളണ്ട് യുക്രൈൻ അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പോർവിമാനങ്ങൾ വിന്യസിക്കുകയും സ്വാഭാവികമായും നേരത്തെ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉൾപ്പെടെ എത്തിയ നാറ്റോ സഖ്യത്തിന്റെ പോർവിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സംഘർഷം കുറെ കൂടി ശക്തമാകാനുള്ള ഒരു സാഹചര്യം യുക്രൈന്റെ ഭാഗത്ത് യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് യുക്രൈൻ ഇതുവരെ നാറ്റോ അംഗമാകാത്തത് കൊണ്ട് തന്നെ നാറ്റോ അംഗരാജ്യമാകാനുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് യുക്രൈൻ. അതിന് അനുകൂല നിലപാടാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന നാറ്റോ സഖ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് പോളണ്ടിൽ നാറ്റോയുടെ വിമാനങ്ങൾ, അതായത് നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി ഫ്രാൻസിന്റെ വിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങളും അതുപോലെ തന്നെ റഫേൽ വിമാനങ്ങളും എല്ലാം തന്നെ വ്യോമാതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും റഷ്യ യുക്രൈൻ സംഘർഷം അത് ഇക്കാലം അത്രയും കാലങ്ങളായി തുടരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിന് തുടരുന്ന ലോകം കണ്ട വലിയ 2 സംഘർഷങ്ങളിൽ പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങൾ നടത്തുകയും ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇസ്രായേൽ ഗാസ വിഷയത്തിൽ അതൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഘർഷം കൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്ന ലോകരാഷ്ട്രങ്ങളുടെ തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കങ്ങളെല്ലാം യുക്രൈനിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 5 പേർ മരിക്കുകയും അതിൽ 4 പേർ ഒരു കുടുംബത്തിലുള്ളവരും 15 വയസ്സായ ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർ ലീവിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ മരിക്കുകയും ചെയ്തു എന്നാണ് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത്. സംഘർഷം ശക്തമായി യുക്രൈനിൽ തുടരുന്ന ഒരു പശ്ചാത്തലം, റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ അതിസങ്കീർണമായ വിഷയങ്ങളായി അത് പരിണമിക്കാതിരിക്കുന്നതിനും സ്വാഭാവികമായും നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര വിഷയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവ വികാസത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. ശരി.